അല്ലെ? രാമരാജ്യം വരണം എന്നൊക്കെ പറയുമ്പം ശ്രീരാമനോട് വളരെ ഇഷ്ടമുള്ള ആൾക്ക് എന്നാൽ ആ രാജ്യം വരട്ടെ ഇപ്പോ എന്ന് വിചാരിച്ചാൽ ആ കാലത്തെ രാജഭരണകാലത്തെ ഭരണം അല്ലെങ്കിൽ ആ കാലത്തെ മനുഷ്യരുടെ ജീവിതം അത്ര സുഖമുള്ളതായിരുന്നില്ല. ശ്രീരാമൻ ഒരുപാട് പുതിയ നിയമങ്ങളും ധർമ്മസംഹിതകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള രാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാലഘട്ടത്തിലാണ് EMS ജീവിക്കുന്നത്. അവരെല്ലാം ജീവിക്കുന്ന കാലത്ത് ഇന്നത്തെ കേരളമായിരുന്നില്ല. കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട്. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികം ആഘോഷിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. 77 വർഷം പിന്നിട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം. ആ 77 വർഷക്കാലം കൊണ്ട് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുകയുണ്ടായി. നമ്മളിൽ പലരും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1947 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി വരെ ഇവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. 100 വർഷക്കാലമായി വെള്ളക്കാർ അവരുടെ കോളനികളായി അതിലൊന്നായി ഇന്ത്യയെ വെച്ച് സൂക്ഷിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള കടുത്ത ചൂഷണം അവർ ചെയ്യുകയായിരുന്നു. നമ്മുടെ നാടിന്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും ഇവിടെയുള്ള മനുഷ്യരെ പട്ടിണിക്കാരാക്കി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലുണ്ടായിരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ധാരാളം സമ്പത്തുണ്ടെന്നും അവരുടെ വിഭവങ്ങൾ കൊള്ള ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ധനികരായി മാറാമെന്നും കരുതിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലുമെല്ലാമായി അവര് ഇവിടെ വന്ന് കച്ചവടം ഉറപ്പിച്ചു. നമ്മുടെ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകും നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും വിളയുന്ന സുഗന്ധ ദ്രവ്യങ്ങളും നമ്മുടെ വനപ്രദേശങ്ങളിലെ നല്ല വില കൂടിയ മരങ്ങളും എല്ലാം അവർ കൊണ്ടുപോവുകയായിരുന്നു. ഈ നാടിന്റെ മക്കളായിട്ടുള്ള സാധാരണക്കാർ വലിയ കഷ്ടതയുള്ള ജീവിതം നയിക്കേണ്ടി വന്നത് ഇന്ത്യയെ ഈ കോളനി വാഴ്ച കൊള്ളയടിച്ചതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ കോളനി വാഴ്ചക്കെതിരായിട്ടുള്ള സമരം ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായി. അത് ഇന്ന് കേരളമായി മാറിയ നമ്മുടെ പ്രദേശത്ത് മലബാർ തിരുകൊച്ചി പ്രദേശത്ത് മാത്രമല്ല, ഇന്ന് പല സംസ്ഥാനങ്ങളായി മാറിയിട്ടുള്ള ഇന്ത്യയുടെ പല മേഖലകളിലും ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യ സമരം നടന്നു. മഹാത്മാഗാന്ധിജിയും നെഹ്റുവുമെല്ലാം സ്വാതന്ത്ര്യ സമര നായകന്മാരായിട്ട് മാറി. ആ കൂട്ടത്തിൽ തന്നെ സുർജിത് സിംഗും EMSഉം AK ഗോപാലനും K കേളപ്പനുമെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞ് നടത്തിയ സ്വാതന്ത്ര്യ സമരം ഒരു ഘട്ടമെത്തിയപ്പോൾ അതിൽ കുറെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ കുറെ പേർക്ക് ഈ ബ്രിട്ടനോട് സന്ധി സംഭാഷണം നടത്തിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യ സമരം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല, അങ്ങനെ ഒരു അധികാര കൈമാറ്റം നടന്നാൽ തന്നെ വീണ്ടും ബ്രിട്ടന് ഇവിടെ വന്നിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് സോവിയറ്റ് റഷ്യയിലൊക്കെ നടന്നതുപോലുള്ള ഒരു ജനകീയ വിപ്ലവത്തിലൂടെയുള്ള അധികാര കൈമാറ്റമാണ് ഇന്ത്യയിലെ ജനങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചവരാണ് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അങ്ങനെയും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇടതുപക്ഷം അടക്കം നടത്തിയ വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഇന്ത്യയിൽ കൊടുമ്പിരിക്കൊണ്ടു. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും നാടുവാഴിത്തത്തിനെതിരായ സമരവും അതിന്റെ കൂടെ നടന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഈ ദേശം കൈയടക്കാൻ പുറപ്പെട്ടപ്പോൾ അതിസമർത്ഥമായിട്ടുള്ള ഭിന്നിപ്പിക്കൽ തന്ത്രമാണ് അവർ സ്വീകരിച്ചത്. നാട്ടുരാജാക്കന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് കേരളവും തമിഴ്നാടും കർണാടകയൊന്നും ഇല്ല. പകരം ഓരോ നാട്ടുരാജാക്കന്മാരുടെ കീഴിലാണ് ആളുകൾ. രാജവാഴ്ചക്കാലം നല്ല സുഖമുള്ളതാണെന്ന് ചിലർക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്, അല്ലെ? രാമരാജ്യം വരണം എന്നൊക്കെ പറയുമ്പം ശ്രീരാമനോട് വളരെ ഇഷ്ടമുള്ള ആൾക്ക് എന്നാൽ ആ രാജ്യം വരട്ടെ ഇപ്പോ എന്ന് വിചാരിച്ചാൽ ആ കാലത്തെ രാജഭരണകാലത്തെ ഭരണം അല്ലെങ്കിൽ ആ കാലത്തെ മനുഷ്യരുടെ ജീവിതം അത്ര സുഖമുള്ളതായിരുന്നില്ല. ശ്രീരാമൻ ഒരുപാട് പുതിയ നിയമങ്ങളും ധർമ്മസംഹിതകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള രാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
ചില പോരായ്മകളും ശ്രീരാമന്റെ ഭരണകാലത്ത് വ്യക്തിപരമായും രാജ്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ ഉയർന്ന ജാതിക്കാർ ചെന്നിട്ട് വല്ലാണ്ട് സ്വാധീനിച്ചപ്പോ ശംഭൂകൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മഹർഷി തപസ് ചെയ്തു. താഴ്ന്ന ജാതിക്കാരന് തപസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബ്രാഹ്മണ സമുദായക്കാർ, ഉയർന്ന സമുദായക്കാർ ശ്രീരാമനോട് പരാതി പറഞ്ഞപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശംഭൂകൻ എന്ന് പറയുന്ന മഹർഷിയെ കൊന്നുകളഞ്ഞൊരു അനുഭവം പിന്നീട് സങ്കടത്തോടെ ശ്രീരാമൻ തന്നെ ഓർമ്മിച്ചിട്ടുണ്ട്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന പുസ്തകത്തിൽ സീത ആ കാര്യത്തെ വിമർശിക്കുന്നതായി കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. അരുതോർക്കിൽ നൃപൻ വധിച്ചു നിഷ്കരണം ചെന്നൊരു ശുദ്രയോഗിയെ, സഹജാർദ്രത ധർമ്മമാദിയാം മഹനീയാർദ്ര ഗുണങ്ങൾ ഭൂപനെ, സഹധർമ്മിണിയാർക്കു മുമ്പുഹ സഹസ വിട്ടു പിരിഞ്ഞു പോയിന്. ഗർഭിണിയായ സീതയെ ചിലരുടെ നുണകളെല്ലാം കേട്ട് കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ ആ കാട്ടിൽ സീത ഒരു മരത്തിന്റെ ചുവട്ടിൽ താടിക്ക് കയ്യും കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സീതയുടെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങളാണ് ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന പുസ്തകത്തിൽ കുമാരനാശൻ എഴുതിയിട്ടുള്ളത്.